ഭയഭക്തി കൽബിൽ എപ്പോഴും വേണ്ടുന്നതാ. റബ്ബിന് കീഴ്പ്പെടൽ പിന്നിതിൽ നിന്നുള്ളതാ. നെഞ്ചിന് ചൂണ്ടിക്കൊണ്ട് തഖ്വാഹുന എന്നും പറഞ്ഞിട്ടുള്ളതാണ് നബിയുന. റിപ്പോർട്ട് ചെയ്തവരാണ് അബൂ ഹുറൈറ. ഇതുപോലെ മുസ്ലിമിലുള്ളതാണ് റിവായത്ത്. തഖ്വയുടെ സിഹത്ത് ആഗ്രഹിച്ചാൽ ഏവനും ദോഷം ഉപേക്ഷിക്കേണ്ടതാണ് അവ മുഴുവനും. തഖ്വ നിരന്തരമാക്കി വന്നാൽ പിന്നെ ദുനിയാവിനെ പിരിയാൻ കൊതിക്കും പൊന്നേ. ഇതുപോലെ നസ്റാബാദി പറയുന്നുണ്ട്, അതിനുള്ള തെളിവൻ ആമിലും കിടപ്പുണ്ട്. സ്വർഗം പടച്ചിട്ടുണ്ട് റബ്ബെന്നറിയണേ, അതിനുള്ളതെല്ലാമാണ് നബി എന്നോർക്കണേ. വില നൽകണം എന്നുള്ളതാ പിന്നുള്ളത്. കെലിമത്ത് തൗഹീദാണ് ആദ്യം വേണ്ടത്. മാലും കൊടുത്തത് വാങ്ങുവാൻ നീ തുനിയണം. നീ നിന്റെ നഫ്സും കൂടി വിലയായി നൽകണം. അതുപോലെ മറ്റൊരു ഭവനമാ ദുന്യാവ്. ദല്ലാൽ ഇബ്ലീസാണ് വാങ്ങാൻ കേവ്. ദീനാർ ദിർഹവും അല്ല വിലയതിനുള്ളതും. കൈവെടിയണം ദീനിൻ്റെ നിയമം സകലതും. സുബ്ഹാന റബ്ബി ഇതിനു നല്ലുത്സാഹമാ. തിക്കും തിരക്കും തന്നെ വാങ്ങാൻ ദാഹമാ. സ്വർഗം പടച്ചതിൽ പിന്നെ റബ്ബൊരു ദിവസമിൽ ജിബ്രീലിനാജ്ഞ കൊടുത്തു നോക്കാൻ ചെന്നതിൽ. അതിലുള്ളത് ശ്രേഷ്ഠത പദവി കണ്ട് മടങ്ങലായി. റബ്ബോട് വന്ന് പറഞ്ഞു സത്യം ചെയ്തതായി. ഇതിലുള്ള അവസ്ഥകൾ കേട്ടറിഞ്ഞാൽ തന്നെ കടക്കാതിരിക്കുകയില്ലതിൽ അവൻ പിന്നെ. നഫ്സിനനിഷ്ടപ്പെട്ട പലതും കൊണ്ടതും പൊതിഞ്ഞിട്ട് കൽപ്പന പോകുവാൻ രണ്ടാമതും. മടങ്ങിക്കഴിഞ്ഞതിൽ പിന്നെ ജിബ്രീൽ വന്ന് പറയുന്നു സത്യം ചെയ്തു റബ്ബോടന്ന്. ആരും ഇതിൽ കടക്കാതിരിക്കും എന്ന് ഭയപ്പെട്ടു പോകുന്നുണ്ട് ഞാൻ തന്നിന്ന്. പിന്നീട് ജിബ്രീലോട് നരകം ചെന്ന് നോക്കെന്ന് കൽപ്പന വന്നു റബ്ബിൽ നിന്ന്. ജിബ്രീൽ സത്യം ചെയ്തതായി റബ്ബോട് പറയുന്നു നരകം കണ്ടതിൽ പിന്നീട്. ഇതിലുള്ള ശിക്ഷകൾ കേട്ടവൻ ഒരു കാലവും കടക്കുന്നതല്ലെന്നാണ് എൻ്റെ ഉദ്ദേശവും. ഷഹബാത്ത് കൊണ്ട് പൊതിഞ്ഞ് റബ്ബും പിന്നത് ജിബ്രീലിനോട് പറഞ്ഞു കാണാൻ ചെന്നത്. കണ്ടിട്ട് സത്യം ചെയ്ത് കൊണ്ടും തന്നെ പറയുന്നു ജബ്രായീൽ വിവരം പിന്നെ. ഒരു വ്യക്തിയും ഒഴിയാതതിൽ കടക്കുന്നതാ എന്നുള്ളതിൽ ഭയം തന്നെയും എനിക്കുള്ളതാ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തംബീഹ് 20 നോക്കിയാൽ കാണുന്നതാ.